അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൽഹംദുലില്ലാഹി ലദി ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങൾ ഓരോരുത്തരിലും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ. സുഖവും സന്തോഷവും നിറഞ്ഞതാണ്. എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിക്കണമെന്നില്ല. ആഗ്രഹിച്ചതും ആഗ്രഹിക്കാത്തതും ലഭിച്ചെന്നു വരാം. ആഗ്രഹിച്ചത് കിട്ടുമ്പോൾ അമിതമായി സന്തോഷിക്കരുതെന്നും തടഞ്ഞു വെച്ചതിന് നിങ്ങൾ ദുഃഖിക്കരുതുമെന്നും അള്ളാഹു പറയുന്നുണ്ട്. ഇക്കൈല തഅശൂ ബിമാ ഫാതക്കും വലാ തഫറഹു ബിമാ ആതാക്കും. ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെ വെറുക്കും. ഒരു പക്ഷേ അത് നമ്മളുടെ നന്മക്കായിരിക്കാം. അതേ മറിച്ച് ചില കാര്യങ്ങൾ ഗുണകരമായിരിക്കും നമുക്ക് തോന്നും, പക്ഷേ അത് നമുക്ക് യഥാർത്ഥത്തിൽ ദോഷകരമായിരിക്കുകയും ചെയ്യും. ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നുണ്ട് സൂറ അൽ ബഖറയിലൂടെ. വ അസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൻ ലക്കും വ അസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ഷർറുൻ ലക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് തോന്നിയാൽ അതൊരു പക്ഷേ നിങ്ങൾക്ക് ദോഷകരമായിരിക്കാം. നമുക്ക് ദോഷമെന്ന് തോന്നുന്നത് ഒരുപക്ഷെ നന്മയായിരിക്കാം. ഇന്നലെ ജുമുഅ കഴിഞ്ഞപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ആത്മഹത്യ ചെയ്യുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വയ്ക്കുകയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അവിടെ വരികയും അവനെയും കൂട്ടി നേരെ പോയത് പള്ളിയിലേക്കായിരുന്നു. അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ തകിടം മറിയുകയായിരുന്നു. അവൻ അത്ഭുതകരമായി ആ പ്രവണതയിൽ നിന്നും ആത്മഹത്യയിൽ നിന്നും രക്ഷപ്പെട്ടു. ഇന്ന് അയാൾ വാതോരാതെ സംസാരിക്കുന്നു, പറയുന്നു, ഇപ്പോൾ എനിക്ക് നല്ല സമാധാനമുണ്ടെന്ന്. പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാത്ത ചിലർ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. ദിനം പ്രതി ഈ പ്രവണത കൂടി വരികയാണ്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളാരും തന്നെ നമ്മളെ ബാധിക്കുന്ന ദുരിതം മൂലം മരിക്കാൻ ആഗ്രഹിക്കരുത്. അത്യാവശ്യമെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക: അല്ലാഹുവേ, ജീവിതമാണ് എനിക്ക് നല്ലതെങ്കിൽ ജീവിതവും, മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ മരണവും. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കാരണം ജീവിതം വിലപ്പെട്ടതാണ്. അത് നമ്മൾക്ക് അള്ളാഹു നൽകിയതാണ്. മനപ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ നാം അവനോട് പ്രാർത്ഥിക്കണം. അവൻ്റെ കാരുണ്യമാണ് നമ്മൾക്ക് വേണ്ടത്. അള്ളാഹുവെ പോലെ മറ്റാരുമില്ല. ഒരിക്കൽ മുഫ്തി മേങ്കുമായിട്ട് റാഷിദ് ഹോസ്പിറ്റലിൽ ഒരുപാട് കാലമായി ഒരേ കിടപ്പിൽ കിടക്കുന്ന ഒരാളെ കാണാൻ പോയിരുന്നു. വളരെ അത്ഭുതം തോന്നി. അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകളുടെ ചലനം അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി അടുത്തുണ്ടായിരുന്ന നഴ്സ് ഞങ്ങളെ അറിയിക്കുകയായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ മറുപടി അൽഹംദുലില്ലാ എന്നാണ്. ഞാൻ നമസ്കരിക്കുന്നു, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നു. ആ പറച്ചലിന് ആ മനുഷ്യനെ സഹായിച്ചത് ഈമാൻ ഒന്നുകൊണ്ട് മാത്രമാണ്. വല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അമൻ വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും വിശ്വാസത്തിൽ കലർപ്പില്ലാതിരിക്കുകയും ആ ചെയ്യുന്ന ആളുകൾക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും. അവരാണ് യഥാർത്ഥത്തിൽ സന്മാർഗം പ്രാപിച്ച ആളുകൾ. പരീക്ഷണങ്ങളിൽ പതറാതെയും മുറിവേറ്റ മനസ്സ് തകരാതെയും ഒരു സത്യവിശ്വാസിയെ കാത്തുരക്ഷിക്കുന്ന ഔഷധമാണ് ഈമാൻ. റാഷിദ് ഹോസ്പിറ്റലിലെ ബെഡിൽ കിടക്കുന്ന ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായി വിളിക്കാൻ ഇങ്ങനെയായിരിക്കില്ലേ: യാ അയ്യുഹൻ നഫ്സ് മുത്മഇന്ന അർജിഇ ഇലാ റബ്ബിക റാളിയത്തൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവെ, നീ മടങ്ങിക്കൊള്ളുക. തൃപ്തിയായിക്കൊണ്ടും സമാധാനമായിക്കൊണ്ടും എൻ്റെ സന്നിധിയിലേക്ക് മടങ്ങുക. സ്വർഗത്തിൽ പ്രവേശിച്ചാലും. അല്ലാഹുവേ, നീ ഞങ്ങളെ അത്തരം ആളുകളുടെ കൂട്ടത്തിൽ സമാധാനമടഞ്ഞ ആത്മാവായി സ്വീകരിക്കണമേ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.